നമ്മളിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിട്ടടിക്കലിൻ്റെ ഒരിതുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് ഷട്ടിലും കഴിച്ചിട്ട് ഈ സൂചി ഏതാണ്ട് ഷട്ടിലിൻ്റെ ഇവിടം വരെ ഇറങ്ങി നിൽക്കണം. ഈ ഷട്ടിലിൻ്റെ ഇതാ ഈ പോയിന്റിൽ, എന്നാൽ ഒഴിച്ചു കുത്തൽ ഉണ്ടാവില്ല, വിട്ടടിക്കൽ ചില നൂല്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇതിൻ്റെ ബേക്ക് വശത്ത് ഇവിടെ ഒരു ത്രെഡ് ഉണ്ട്, ഇതാ ഇവിടെയല്ല. അപ്പോൾ ലേശം ഇറക്കി കൊടുക്കുക. ഈ തണ്ട് ഈ പോർഷനിൽ വന്ന് കഴിഞ്ഞാൽ ആ വിട്ടടിക്കൽ മതി കിട്ടും. ഇതാ ശരിക്ക് ബേക്ക് വശമായിട്ട് അതിൻ്റെ ത്രെഡിൻ്റെ ഇതുണ്ട്. അപ്പോൾ ശരിക്ക് ടൈറ്റ് കൊടുക്കുക. അതിന് ശേഷം ഈ നീഡിലിൻ്റെ സൂചിയുടെ എപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പരന്ന വശം ഉള്ളിലായിട്ടും റൗണ്ടുള്ള വശം പുറത്തായിട്ടാണ് കൊടുക്കേണ്ടത്. അഥവാ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സൂചി ഇടുന്ന തിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കുത്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ശരിക്കും ഈ വശമായിട്ട് ഇതാ ഈ പരന്ന വശം ഉള്ളിലാക്കിയിട്ട് സ്ക്രൂവിൻ്റെ ലൂസ് പരമാവധി കൊടുത്തിട്ട് പരന്ന വശം ഉള്ളിലാക്കിയിട്ടിടുക. സൂചിൻ്റെ ശരിക്ക് പോയിൻ്റ് ഹോൾസ് ഈ ഭാഗമായിട്ട് ശരിക്കടായിട്ട് കൊടുക്കുക. ഇതെന്തിനാണ് ഷട്ടിൽ കഴിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഷട്ടിൽ കഴിക്കാണ്ട് ഇത് നിങ്ങൾക്ക് തിരിയില്ല. ഇത്തിരി ഇറക്കിയിട്ട് തന്നെ എന്താ ഒരു പോയിൻ്റ് ഇറക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒഴിച്ചു കുത്തുണ്ടാവില്ല. ഇനി ഷട്ടിൽ ഫിറ്റാക്കുന്ന ഇതായിട്ട് വരും വശം ഉണ്ടാവുക. ഇതാ ഇത് കടത്തി വെച്ച് എന്താ ഈ പോയിൻ്റുള്ള ഭാഗങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ 2 പിന്നുണ്ട്. ആ പിന്നിൽ ഈ ഹോൾസിൽ ഒരു പിന്നിൽ ചെയ്ത് കൊടുക്കുക. എന്താ ഇത് കൊടുക്കുക. പിന്നെയുള്ളൊരു ഇതാണ്ടാകുക. ഇത് കഴിക്കുമ്പോൾ ഈ സാധനം 2 ഭാഗങ്ങളും ഈ പിന്നിൻ്റെ ഇപ്പുറമായിട്ട് പ്രസ്സാക്കുക. ഇതിൻ്റെ സ്ക്രൂ ആയത് ശരിക്കും പ്രസ്സാക്കി കൊടുക്കുക. ടൈറ്റ് ഫുൾ ടൈറ്റിൽ ലൂസാകാൻ പാടില്ല. ടൈറ്റായി ഈ ഷട്ടിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഇത് ശരിക്കും ഇങ്ങനെയാണ് വരിക ഇവിടുന്ന സമയത്തുള്ള ഇതാ ഈ ഷട്ടിൽ ഓപ്പോസിറ്റായിട്ട് ഈ നമ്മൾ കേസ് ഇടുന്ന ഭാഗമായിട്ട് വരിക. അപ്പോൾ ഇടുമ്പോൾ ഇത് കഴിഞ്ഞ് വീണ് പോയി കഴിഞ്ഞാൽ ഈ ഭാഗം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിനുള്ളിലൊരു പീസ് ഇത് ഈ റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിന് കണക്കായിട്ട് എന്താ തിരിച്ചിട്ട് വെച്ച് കൊടുക്കണം. ഇതേമാതിരി ഓപ്പോസിറ്റായിട്ട് എന്താ ഇപ്പോൾ ഇടുന്ന സമയത്ത് ഇതാ ഉൾവശമായിട്ട് പുറത്ത് ആയിട്ട് വരിക. ഇത് ഈ ലെവലിൽ വെച്ച് കൊടുക്കുക. എന്താ ഇതേ റൗണ്ടിൽ. അപ്പം മിഷീൻ്റെ സ്വല്പം ഇങ്ങോട്ട് തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ചിട്ട് ഇതാ ഇത് ഈ ഭാഗമുള്ള ആയിട്ട് ഈ റൗണ്ട് താഴെ വശമായിട്ട് വെക്കുക. ഇതാ ഇത് 2 സ്ക്രൂ വേണ്ട. ഇതിൻ്റെ ഒരു സ്ക്രൂ ഇവിടെ ടൈറ്റാകുമ്പോൾ 2 ഒരേപോലെ ടൈറ്റാക്കുക.
ടൈറ്റ് കൊടുക്കുക. പീസിടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇതാ, ഇതിൽ ഇങ്ങോട്ടെടുത്ത് ഇതാ ഇതേമാതിരി ഈ ഗ്യാപ്പിലോട്ട നൂല് നിങ്ങൾക്ക് ഇത് എടുത്താന്ന് വെച്ചാൽ ഈ ഗ്യാപ്പിൽ ഇത് വന്ന് വീണു. ഷട്ടിൽ സൂചി മേലെ പൊന്തിച്ച് വെക്കുക. പൊന്തിച്ചിട്ട് വെച്ചതിന് ശേഷം മാത്രമേ ഈ കേസ് ഇടുക്കാൻ പാടുള്ളൂ. ഇത് ലോക്കായി. അതിങ്ങനെ തുറന്നതിന് ശേഷം ഇതാ കേസ് ഇടുമ്പോൾ ഇതാ നൂല് ഇത്ര ഇതേ വേണ്ടു. ഇട്ടതിന് ശേഷം ലോക്ക് തുറന്നിട്ട് ഇതാ അതിന് ശേഷം ഇടുക. ഇത് കിട്ടുന്ന സമയത്ത് ഈ ഹോൾസ് ഇതാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി.